ഹായ്. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരാളോട് അത് ഷെയർ ചെയ്താൽ മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടും എന്ന് പറയാറില്ലേ? മനസ്സ് വല്ലാതെ കയ്യിൽ നിന്ന് പോയി കിടക്കുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ സങ്കടങ്ങളെ അതേ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളോടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് കൂടുതൽ സമാധാനക്കേട് ഉണ്ടാക്കുകയുള്ളൂ. കാരണം ചില ആളുകൾ പറയും, ഇതാണോ ഇപ്പം എൻ്റെ പ്രശ്നം? ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ വിഷമിക്കുന്നത്? ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ആരെങ്കിലും കരയോ? ഇനി വേറെ ചിലര് തമാശയാക്കി എടുത്തിട്ട് ചിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെ മനസ്സിനും ഒരേ കൈൻഡ് ഓഫ് സെൻസിറ്റിവിറ്റി അല്ല ഉള്ളത്. നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനുഭവിക്കുന്നവർക്ക് ചെറുതാവണമെന്നില്ല. ഏതൊരു പ്രശ്നമായാലും അനുഭവിച്ചറിയുമ്പോഴേ അതിൻ്റെ ഡെപ്ത് എത്രയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരാള് നിങ്ങളുടെ അടുത്ത് അയാളുടെ സങ്കടങ്ങൾ പറയാൻ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അയാൾ നിങ്ങളെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അയാളുടെ സങ്കടങ്ങൾ പറയാൻ അയാൾ നിങ്ങളെ ചൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാണ്ടിരിക്കുക. ഇനി നമ്മൾ നമ്മളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളായിരിക്കണം. അതാരോ ആയിക്കോട്ടെ. അയാൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ 100% കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയാളെ ചൂസ് ചെയ്യുക. ഐ മീൻ, ചൂസ് പീപ്പിൾ വൈസ്ലി ബിഫോർ ഷെയറിങ് യുവർ ഫീലിങ്സ്.